നമ്മളെ പെണ്ണായിട്ട് അംഗീകരിക്കണ്ട. നിങ്ങൾ തമ്മിൽ എങ്ങനെ ഫിസിക്കല് ബെഡ്റൂമിൽ നടക്കുന്നത് സാറ്റിസ്ഫൈഡ് ആണോ? അവൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ള പെണ്ണുങ്ങളെ ആണുങ്ങൾ ഇത് ബാധിക്കുന്നത്? ഇപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ റിലേഷനിൽ നടന്ന പ്രശ്നങ്ങൾ ഇത് തന്നെയാണ്. ഞാനും ആളും ഓക്കെ ആയതിനു ശേഷമാണ് ഞങ്ങൾ മാരേജ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതൊന്നും എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഹാപ്പി ആയിരുന്ന വ്യക്തി, എന്നിൽ എല്ലാത്തിലും സാറ്റിസ്ഫൈഡ് ആയിരുന്ന വ്യക്തി, എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിനെ ഞാൻ എങ്ങനെ അങ്ങനെ ചെയ്യും? ഒരു ആദ്യ സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടുന്നത് എന്നുണ്ട് കമന്റ്സ് കണ്ടു. അവർ പറയാൻ തെറ്റാണ്. അവരല്ല ഫസ്റ്റ് മാരേജ് ചെയ്തിരിക്കുന്നത്. അതെന്തിനാണ് അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് തെറ്റ് തന്നെയാണ്. എന്റെ ഒരു റിലേഷൻസും ഞാൻ പബ്ലിക്കിൽ കാണിക്കാറില്ല. എനിക്ക് എന്റെ പാർട്ണറിനെ പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ടിട്ട് ആണിനെ കൊണ്ടുവന്നവർ പറയും കോലുകളിയാണ്. ഇന്ന് നമ്മളുടെ കൂടെ ഒരു സുന്ദരനും സുന്ദരിയാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഹൈലൈറ്റ്സ് ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നൊന്നുമില്ല. ഐൻ ഹണി ആരോഹി ആൻഡ് ഗബ്രി, വെൽക്കം ടു മൂവി വേൾഡ്. സോഷ്യൽ മീഡിയയിൽ ഫുള്ള് നിങ്ങളാണല്ലോ. ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ടാളുടെയും വീഡിയോസ് ആണ് അല്ലേ? നമ്മൾ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. ചെറിയ ചെറുതൊന്നുമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ. ഗുരുവായൂർ അമ്പലത്തിൽ ആദ്യമായിട്ട് കല്യാണം കഴിച്ച ഒരു ട്രാൻസ് വിമൺ, അതായത് സ്റ്റെല്ല. അപ്പോൾ അവരല്ല ആദ്യമായിട്ട് കല്യാണം കഴിച്ചത് ഹണിയാണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടു. ശരിക്കും അതിൽ എന്തെങ്കിലും ഫാക്റ്റ് ഉണ്ടോ? ആക്ച്വലി നമ്മൾ ഈ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനത്തെ ഒരു സംഭവത്തിലേക്കല്ല ഞാൻ പറയുന്ന പറഞ്ഞാൽ, ഇപ്പോൾ ഗുരുവായൂരമ്പലത്തിൽ മാരേജ് ചെയ്യുന്നത്, ഇപ്പോൾ എൻ്റെ കല്യാണം നടക്കുന്നത് 2021 ജൂലൈ 4 എൻ്റെ മാരേജ് നടക്കുന്നത്. അപ്പോൾ അത് കോവിഡ് സമയമാണ്. അപ്പോൾ ഞാനൊരു ക്രിസ്ത്യനാണ്. ഈ ആക്ച്വലി ഗുരുവായൂരമ്പലത്തിൽ ആ സമയം വരെ ഇന്റർകാസ്റ്റ് മാരേജ് നടത്താൻ പറ്റുമായിരുന്നു. ഇപ്പം അത് നടത്താൻ പറ്റില്ലായിരുന്നു. അപ്പം ഗുരുവായൂരമ്പലത്തിൽ ലാസ്റ്റ് നടന്ന ഇന്റർകാസ്റ്റ് മാരേജ് ആയിരിക്കും എന്തെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. കാരണം അതും ട്രാൻസ് വുമണിൻ്റെത്. ഇപ്പം അവിടെ ആ സമയത്ത് കോവിഡ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം അത് പറ്റത്തില്ലെന്ന് തോന്നുന്നു. എനിക്ക് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇപ്പം നടത്താൻ പറ്റില്ലെന്ന് തോന്നുന്നു. മുന്നേ അത് നടത്താമായിരുന്നു. അപ്പോൾ ഇത് നടത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ കമ്മ്യൂണിറ്റി ആണല്ലോ. അപ്പോൾ എൻ്റെ ആധാർ കാർഡിലെല്ലാം ഫീമെയിൽ എന്ന് തന്നെയാണ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഈ സ്റ്റെല്ല എന്ന് പറഞ്ഞ കുട്ടിയുടെ കല്യാണം നടന്ന സമയത്ത് എന്നെ അവിടെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇന്ന് സ്റ്റെല്ലയുടെ മാരേജിന് എന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അതിന് പോകേണ്ട ആവശ്യമില്ല, വിളിക്കാത്തൊരു സ്ഥലത്ത് പോകേണ്ട. പിന്നെ അത് മാത്രമല്ല, എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുമായിട്ട് ഞാൻ അധികം കോൺടാക്ട്സ് ഇല്ല. കാരണം എൻ്റെ കമ്മ്യൂണിറ്റി ആയാലും ആരാണേലും എനിക്ക് മോശം ചെയ്യുന്ന ആളുകളുമായിട്ട് ഞാൻ അധികം കോൺടാക്ട്സ് ചെയ്യാറില്ല. കാരണം നമ്മളെ പറ്റിയിട്ട് എപ്പോഴും തെറ്റായി സംസാരിക്കുക, നമ്മളെല്ലാം തെറ്റാണെന്ന് പറയുക, മീൻസ് അവരുടെ ഒരു എപ്പോഴും നമ്മളെ പറ്റിയിട്ട് നെഗറ്റീവ് വൈബ് തരുന്ന ആളുകളുടെ അടുത്ത് മിണ്ടാണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു മൈൻഡാണ് എനിക്ക്. അപ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് തന്നെയാണ് ഒത്തുചേർന്ന് പോകുന്നത്. പിന്നെ കുറച്ച് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ, രഞ്ജു മമ്മി, ശീതൾ ശ്യാമ എന്ന് പറയുന്നത്, ശീതൾ ശ്യാമ എന്ന് പറയുന്നത് എൻ്റെ മമ്മി തന്നെയാണ്. പിന്നെ അനു, അങ്ങനെ കുറച്ച് പേര്, പിന്നെ ശിവ്, അർപ്പിത, അങ്ങനെ കുറച്ച് പേരുമായിട്ട് മാത്രമാണ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ കോൺടാക്ട്സ് ഉള്ളത്. അല്ലാതെ വേറെ ആളുകളുടെ അങ്ങനെ കോൺടാക്ട്സ്, പിന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ മിണ്ടും എന്നല്ലാതെ കോൺടാക്ട്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല. അപ്പോൾ എൻ്റെ കല്യാണത്തിനും ഞാൻ അങ്ങനെ അധികം പേരെ വിളിച്ചിട്ടില്ല. എൻ്റെ കല്യാണം അപ്പോൾ ഇതും ഞാൻ അങ്ങനെ വിചാരിച്ചത്, ഇവരുടെ കല്യാണത്തിന് ഞാൻ അതുകൊണ്ടായിരിക്കും വിളിക്കാഞ്ഞ എന്ന് വിചാരിച്ചിരുന്നു. കാരണം സ്റ്റെല്ലയുമായിട്ട് ഞാൻ അങ്ങനെ വർഷങ്ങൾക്ക് മുന്നേ ജസ്റ്റ് കോൺടാക്ട്സ് ഉള്ളതല്ലാതെ കണ്ടിന്യൂസ് കോൺടാക്ട്സ് ഒന്നും ഇല്ല. അപ്പോൾ സ്റ്റെല്ല എന്നെ മമ്മിയെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സ്റ്റെല്ലയുടെ കല്യാണത്തിന് ഇവിടെ നിന്ന് കുറേ എറണാകുളത്തുള്ള കമ്മ്യൂണിറ്റികൾ പോയപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റെല്ലയുടെ കല്യാണമാണ് ഗുരുവായൂരമ്പലത്തിലാണ്, ഹണിയുടെ കല്യാണം നടന്ന അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എൻ്റെ കല്യാണം നടന്ന സ്ഥലം. അപ്പോൾ എനിക്ക് പഴയ മെമ്മറീസ് ഒക്കെ ഓർമ്മ. ആകെ ഞാൻ ഗുരുവായൂരമ്പലത്തിൽ 2 വട്ടമേ പോയിട്ടുള്ളൂ. ഒന്ന് എൻ്റെ കല്യാണത്തിന് മുന്നേ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോയത്, സെക്കൻഡ് എൻ്റെ കല്യാണത്തിന് പോയത്. അതിനുശേഷം ഞാൻ പോയിട്ടില്ല. അപ്പോൾ ആദ്യം പോയതും സെക്കൻഡ് പോയതും വളരെ സന്തോഷത്തോടെ. പിന്നെ എനിക്ക് അവിടെ പോയിന്റ് വന്നില്ല. എനിക്ക് അത്രത്തോളം സങ്കടകരമായിട്ടുള്ള സ്ഥലമാണ്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ദൈവമാണ് ഗുരുവായൂരപ്പൻ. അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഭവം നടന്ന അവിടുത്തെ അത് നഷ്ടപ്പെട്ട പോയ സ്ഥലമാണത്. അപ്പം ഞാൻ അവിടെ പോകരുതെന്ന് വിചാരിച്ചിട്ടല്ല, എനിക്ക് പോയി കഴിഞ്ഞാൽ ഇനിയും എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്നുള്ള പേടി കൊണ്ട് ഞാൻ പോകാത്തത്. അപ്പോൾ കല്യാണത്തിന് ഇവിടെ പോയിട്ട് അവിടെ നിന്ന് വിളിച്ചു, ഇങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ചു. അപ്പോൾ ഞാൻ സന്തോഷമായി. ഞാൻ അപ്പം തന്നെ സ്റ്റെല്ലയുടെ വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അക്കൗണ്ട് ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഞാൻ കണ്ടിരുന്നു വീഡിയോ. പോസ്റ്റ് ചെയ്ത് സ്റ്റെല്ലയും വന്ന് ലൈക്കൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ സ്റ്റെല്ല ഇങ്ങനെ വീഡിയോ ചെയ്തു, ഇന്ത്യയിൽ ലോകത്ത് ആദ്യമായിട്ട് ഗുരുവായൂരമ്പലത്തിൽ വെച്ച് മാരേജ് ചെയ്തു, ഫസ്റ്റ് കപ്പിൾ എന്നൊക്കെ. അപ്പോൾ ഞാനതിനെ റിയാക്ട് ചെയ്തില്ല. ഞാൻ അവർക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ കല്യാണം കഴിഞ്ഞു, നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും ചെയ്തിട്ടില്ല, റിയാക്ട് ചെയ്യേണ്ട. അപ്പോൾ എൻ്റെ അടുത്ത് ഈ കല്യാണത്തിന് നിൽക്കുന്ന ആളുകൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഇവർ തെറ്റായ ന്യൂസ് കൊടുത്തോണ്ടിരിക്കുന്നു എന്നവർ വിളിച്ചു. ഞാൻ പറഞ്ഞു അവർ കൊടുത്തോട്ടെ, കുഴപ്പമില്ല, റിയാക്ട് ചെയ്യും, എനിക്കിത് റിയാക്ട് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ മറ്റുള്ള ആളുകൾ അത് റിയാക്ട് ചെയ്യത്തില്ലേ? പബ്ലിക്കിൽ നിന്ന് കുറച്ച് പേര് അത് റിയാക്ട് ചെയ്തു. അപ്പോൾ ഈ കുഴി സ്റ്റെല്ല എന്ന് പറഞ്ഞ കുട്ടി അവരെ ബ്ലോക്ക് ചെയ്യുന്നു. അവരെനിക്ക് മെസ്സേജ് ചെയ്തു, ബ്ലോക്ക് ചെയ്താക്കണതുകൊണ്ട് കാണിച്ചു തന്നു. ഇവരുടെ സ്ക്രീൻഷോട്ട് എനിക്ക് അടുത്ത് അയച്ചു തന്നിട്ട് ബ്ലോക്ക് ചെയ്തെന്നവർ കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് രഞ്ജു മമ്മി എന്ത് ചെയ്തു, രഞ്ജു മമ്മി ഈ ഒരു വേറെ ചാനലിൽ വന്ന വീഡിയോയുടെ അടിയിൽ പോയി കമൻറ്റ് ചെയ്തു, എൻ്റെ മോളുടെ കല്യാണം ഇതിന് മുന്നേ നടന്നിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്തു.
അത് രഞ്ജി മമ്മി കമന്റ് എന്ന് പറഞ്ഞാൽ അത് അമ്മയുടെ ഉത്തരവാദിത്തമാണ്. എൻ്റെ മമ്മി എന്ന് പറഞ്ഞാൽ അവരതിൻ്റെ പുറകിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പൊ എല്ലാവരും പറയും ഇതിന് എന്ത് പട്ടം കിട്ടുമെന്ന് ചോദിക്കും. ഇത് പട്ടത്തിന് വേണ്ടിയിട്ടല്ല. ഇപ്പൊ ഒരു സാധാരണ മനുഷ്യന്റെ കല്യാണം നടക്കുന്നത് പോലെയല്ല ഒരു ട്രാൻസ് വുമന്റെ കല്യാണം നടക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അതിന്റെ പിന്നിൽ നടക്കുന്ന ആളുകൾക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഒരുപാട് നടക്കണം, സംസാരിക്കണം, അതിന്റെ കമ്മിറ്റിയിലുള്ള ആളുകളോട് സംസാരിപ്പിച്ച് അതിനെ അംഗീകരിപ്പിക്കണം, അല്ലെ സമ്മതിപ്പിക്കണം, അതിനൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടക്കണം. പിന്നെ ആദ്യം എൻ്റെ കല്യാണം ഫിക്സ് ചെയ്ത് ആലുവയിലായിരുന്നു. അപ്പോൾ അവിടെ നടത്താൻ പറ്റിയില്ല, കോവിഡിന്റെ സമയത്തായിരുന്നു എൻ്റെ കല്യാണം. അപ്പോൾ അത്രത്തോളം ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, മീഡിയ വരാൻ പാടില്ല. പിന്നെ രഞ്ജി മമ്മി നടത്തുന്ന കല്യാണമാണ്, അപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ട. രഞ്ജി മമ്മി നടത്തുന്നതുകൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരാൾ പെട്ടെന്ന് പറയുവാണ്, നിങ്ങൾ ചുമ്മാ ഫസ്റ്റിന് വേണ്ടി ഇതിനു വേണ്ടി മത്സരിക്കുന്നു പറഞ്ഞപ്പോൾ രഞ്ജി മമ്മി, അത് എനിക്ക് തോന്നുന്നില്ല രഞ്ജി മമ്മി അതിന് വേണ്ടിയിട്ടാണ് അവിടെ കമൻറ്റ്. കാരണം ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്ത് പബ്ലിസിറ്റി കിട്ടേണ്ട ആവശ്യം എനിക്കും ഇല്ല, രഞ്ജി മമ്മിക്കും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാതിരുന്നത്. കാരണം ഇതിന് ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ട്രോഫി ഒന്നും കിട്ടാൻ പോകില്ല. പിന്നെ ഇത് കഴിഞ്ഞു പോയ കാര്യമായിട്ട് ഞാൻ സംസാരിക്കാഞ്ഞത്. രഞ്ജി മമ്മി ഇത്രേ കമൻറ്റ് ചെയ്തുള്ളൂ, ഹണി എന്ന് പറയുന്ന എൻ്റെ മോളുടെ കല്യാണം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാനൊരു കമൻറ്റ് ചെയ്തു, എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളെങ്കിലും സംസാരിച്ചല്ലോ എന്ന് പറഞ്ഞു. കാരണം അവിടെ രഞ്ജി മമ്മി കല്യാണത്തിൽ പോയിട്ടില്ലായിരുന്നു. പോയ ആളുകളിൽ എല്ലാവർക്കും, എൻ്റെ മക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവരൊന്നും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് പോലുമില്ല. അതെന്തുകൊണ്ടായിരിക്കും അവർക്ക് അറിഞ്ഞിട്ടും അങ്ങനെ പറയാതിരുന്നത്? എനിക്കതൊന്നും അറിയില്ല. അല്ല, ഞാൻ വീഡിയോസിൽ ഒരുപാട് ആൾക്കാരെ കണ്ടിരുന്നു. അപ്പൊ അവരൊന്നും ഇത് അറിഞ്ഞോണ്ട് പറയാതിരിക്കുക എന്ന് പറയുമ്പോൾ, ഈ പറഞ്ഞ ആൾക്കാരെ നമ്മളും ഇന്റർവ്യൂ ചെയ്തിരുന്നു. അപ്പൊ അന്നും ചോദിച്ചപ്പോ അവരും പറഞ്ഞു, എനിക്ക് തോന്നുന്നു മേ ബി ഇനി സ്റ്റെല്ലയ്ക്ക് അറിയാഞ്ഞിട്ടാണോ എന്ന് അറിയില്ല, അവരും പറഞ്ഞത് അങ്ങനെയാണ്. ഫസ്റ്റൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് സ്റ്റെല്ലക്കും ഇത് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റെല്ലയുടെ സൈഡിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തത് ഫസ്റ്റ് ഇന്റർവ്യൂ ചെയ്യുന്ന സമയങ്ങളിൽ സ്റ്റെല്ലക്കും ഇത് അറിയില്ല എന്ന് തോന്നുന്നു. പിന്നെ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അവർക്കും അറിയില്ല. കാരണം അവർ 2-3 പേരോട് ഇപ്പൊ ചോദിച്ചിട്ടുണ്ട്, അവരുടെ ഈ ഹണി ആരോഹിയുടെ ആണോ ഫസ്റ്റ് മാരേജ് ചെയ്തിരിക്കുന്നതെന്ന് 2-3 പേരോട് ചോദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് ഇത് അറിയില്ല. പക്ഷെ അവിടെ വന്നിരിക്കുന്ന ഒരുപാട് പേർക്ക് അത് അറിയായിരുന്നു. അവരത് മനഃപൂർവ്വം പറയാതിരുന്നതാണ്. മീൻസ് ഞാൻ പറയുന്നത് ഇപ്പോൾ ചിലപ്പോൾ എൻ്റെത് തന്നെ ആയിരിക്കണമെന്നില്ല ഫസ്റ്റ് മാരേജ്, മുന്നേ ആരുടെങ്കിലും നടന്നിട്ടുണ്ടാവും. കാരണം വിവാഹം എന്ന് പറയുന്നത് കൊട്ടിഘോഷിക്കപ്പെടേണ്ടതോ ഭയങ്കരമായിട്ട് പബ്ലിസിറ്റി അല്ലെങ്കിൽ നമുക്ക് പട്ടം കിട്ടേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ലൈഫിൽ ഏത് മനുഷ്യൻ്റെയും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള, ഏറ്റവും ആഘോഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന വിവാഹം എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെയൊക്കെ ലൈഫിൽ ഞാൻ ചിന്തിക്കുന്നത്, ഇപ്പം നമ്മൾ എല്ലാ കൊല്ലം ആഘോഷിക്കുന്ന ഒരു സാധനം ബർത്ത്ഡേ അല്ലാത്തുള്ള കാര്യങ്ങൾ. പക്ഷേ വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു വട്ടം സംഭവിക്കുന്നുള്ളൂ. അത് ഏറ്റവും ബെറ്റർ ആയിട്ട് നടക്കുന്ന ഒരു കാര്യം. ഇപ്പം നമ്മളിതൊന്നും അങ്ങനെ ചിന്തിക്കുന്നില്ല. പിന്നെ മീഡിയനെ അറിയിക്കാതിരുന്നു പറഞ്ഞാൽ, ഇപ്പം എൻ്റെ ഫാമിലി, ഞാൻ ഹിന്ദുവിനെ മാരേജ് ചെയ്യുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. അങ്ങനത്തെ ഒരു ഇഷ്യൂ എൻ്റെ ഫാമിലിയിൽ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്യാനും അങ്ങനെ കുറേ പ്രോബ്ലംസ് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറേ പ്രോബ്ലം. പിന്നെ എൻ്റെ മമ്മിയൊന്നും ഇതിനോട് താല്പര്യമില്ല. ഞാൻ ഭയങ്കര ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അപ്പം അങ്ങനെ കുറേ എൻ്റെ ഫാമിലിയിൽ നിന്ന് ഇതിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ചിലപ്പോൾ സ്റ്റെല്ല എന്നോട് പറഞ്ഞ്, എല്ലാ ഫാമിലിയിലുള്ള ആളുകളും സപ്പോർട്ട് ചെയ്ത് നടത്തിയ കല്യാണം എന്ന് പറയും. ആര് സപ്പോർട്ട് ചെയ്താലും ആര് സപ്പോർട്ട് ചെയ്തില്ലാലും കല്യാണം എന്ന് പറഞ്ഞ കാര്യം അവിടെ നടന്നിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരാൾ ഈ കമൻറ്റ് ചെയ്ത ആൾ പറഞ്ഞു, നിങ്ങൾ പിരിഞ്ഞില്ലേ? പിരിഞ്ഞാലും നടന്നു തന്നെയല്ലേ. ഇപ്പൊ എന്താണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട്, ലോകത്ത് ആദ്യമായിട്ട് ഒരു ഫിലിം പണ്ട് ചിത്രീകരിച്ചെന്ന് ഓർത്തു. അന്നത്തെ കാലത്ത് മീഡിയ ഉണ്ടായിട്ടില്ല, ഈ പറയുന്ന നമുക്കറിയാനുള്ള അവെയർ ചെയ്തിട്ടുള്ള ഒരു സാധനങ്ങളും ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചിട്ട് അന്ന് ചിത്രീകരിച്ച പടം ആദ്യമായിട്ട് ഇറങ്ങിയതല്ലേ? അപ്പോൾ ഇന്നിറങ്ങുന്ന മീഡിയയിൽ പറയുന്ന ഫിലിംസ് ആണോ ആദ്യമായിട്ട് ഇറങ്ങിയത്? അല്ല, ആദ്യം ചിത്രീകരിച്ച ഫിലിം ചിത്രീകരിച്ചത് തന്നെയാണ് അല്ലേ? അന്ന് നമ്മളൊന്നും അത് കണ്ടില്ല എന്ന് വെച്ചാൽ സത്യസന്ധമല്ലാതെ ഇരിക്കുമോ? ആദ്യം ഇറങ്ങിയതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ ഇറങ്ങിയത് തന്നെയാണ്. അപ്പൊ നടന്നതാണ്. ഇപ്പൊ ഡേറ്റ് പറഞ്ഞാൽ അത് അന്ന് നടന്ന, അതിന് മുമ്പ് ആരെങ്കിലും ചെയ്തിട്ടുണ്ട്, അതിന് മുമ്പ് നടന്നത് തന്നെയാണ്. അത് അംഗീകരിച്ചു കൊടുക്കാൻ ഞാനും ബാധ്യസ്ഥയാണ്, അതിന് മുന്നേ ചെയ്ത ആളുകൾക്കും ബാധ്യസ്ഥതയുണ്ട് ഇല്ലേ? അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ബാക്കിൽ കുറെ ആളുകൾ വന്നിട്ട് എനിക്കെതിരെ ഒരു മോശമായ കമന്റ് ഇട്ടു, തെറ്റായ ഒരു ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരൻ നട്ടലില്ലാത്ത ഒരാളായിരുന്നു, എന്നെ പബ്ലിക്കായിട്ട് കാണിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. ആക്ച്വലി ഞാനാണ് പുള്ളിനെ പബ്ലിക്കായിട്ട് കാണിക്കാതിരുന്നത്. കാരണം എൻ്റെ ഒരു റിലേഷൻസും ഞാൻ പബ്ലിക്കിൽ കാണിക്കാറില്ല. ഇപ്പോഴും ഞാൻ കമ്മിറ്റഡ് ആണ്. ഒരു വ്യക്തികൾക്കും അറിയില്ല ഞാൻ ആരുമായിട്ടാണ് റിലേഷൻ ഉള്ളതെന്ന്. കാരണം ഞാൻ അങ്ങനത്തെ ഒരു സ്വകാര്യത കൊണ്ടുകൊടുക്കുന്ന ഒരാളാണ്. എനിക്ക് എൻ്റെ പാർട്ണറിനെ പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ടിട്ട്, ഇപ്പൊ ഗബ്രി തന്നെ എൻ്റെ പാർട്ണറാണെന്ന് വിചാരിച്ചിട്ട് ഗബ്രീനെ എന്തെല്ലാം പറയുന്നുണ്ടെന്ന് അറിയൂ. കമന്റ്സ് നിങ്ങൾ എൻ്റെ ഗബ്രിയുടെ കമന്റ്സ് എടുത്ത് നോക്കി അറിയാൻ പറ്റും എത്രത്തോളം ഗബ്രീനെ മോശമായിട്ട് കാണിക്കുന്നുണ്ടെന്ന് അറിയൂ. അപ്പോൾ ആണിനെ കൊണ്ടുവന്നവർ പറയും കോലുകളിയാണ്, അങ്ങനെ കുറെ കമന്റുകൾ കേൾക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ അതൊന്നും ആവശ്യമില്ല. കാരണം ഒന്ന് കോല് കളിക്കാൻ ഞാൻ ഫുൾ സർജറി കഴിഞ്ഞ ഒരാളാണ്.
എനിക്ക് ഈ പറഞ്ഞ കോല് കളിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾക്ക് അങ്ങനെ കോല് കളി എന്ന് പറയുമ്പോൾ കമന്റ് നമുക്കറിയാം, കോല് കളിക്കാനായിരുന്നെങ്കിൽ നമ്മൾ ആ കോലും വെച്ചിട്ടുണ്ടാ പോലും, നമ്മൾ സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. സീരിയസ്ലി നമ്മളെ പെണ്ണായിട്ട് അംഗീകരിക്കണ്ട. നമ്മൾ എല്ലായിടത്തും പറഞ്ഞു ഞാനൊരു ട്രാൻസ്മൺ ആണെന്ന് തന്നെ പറയുന്നത്. ആ ട്രാൻസ്മൺ ഒരാൾ അംഗീകരിച്ച് വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അവൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ള പെണ്ണുങ്ങളെ ആണുങ്ങൾ ഇത് ബാധിക്കുന്നത്? ഇവർക്ക് എന്തിനാണ് ഇത്? ഞങ്ങളുടെ സ്വകാര്യതയിൽ നടക്കുന്ന ഇപ്പൊ എൻ്റെ ഹസ്ബൻഡിന്റെ റിലേഷനിൽ നടന്ന പ്രശ്നങ്ങൾ ഇത് തന്നെയാണ്. സീരിയസ്ലി ഞാനും എൻ്റെ ഹസ്ബൻഡ് അവിടെ പോയാൽ ആളുകൾ വന്നിട്ട് എന്നെ പൊതുവെ എന്നെ അറിയുന്നതുകൊണ്ട് എല്ലാവരും വന്നിട്ട് ആദ്യം കാണുമ്പോൾ സംസാരിച്ചിട്ട് പുള്ളിനെ മാറ്റാത്തിരിക്കും. നിങ്ങൾ തമ്മിൽ എങ്ങനെ ഫിസിക്കല് സാറ്റിസ്ഫൈഡ് ആണോ? നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്? അപ്പോൾ ഹസ്ബൻഡ് പറയും എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത് സ്വകാര്യം. കാരണം ഞാനും എൻ്റെ ഹസ്ബൻഡ് ഫ്രണ്ട്സ് ആയിരുന്ന ആളാണ്. ഞാനും ആളും ഓക്കെ ആയതിനു ശേഷമാണ് ഞങ്ങൾ മാരേജ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ആളുകൾക്ക് അറിയേണ്ട കാര്യങ്ങൾ. എന്താണ് ബെഡ്റൂമിൽ നടക്കുന്നത്? സാറ്റിസ്ഫൈഡ് ആണോ? ആള് ഗേ ആണോ? ഗേ ആണ് എങ്ങനെയാണ് ട്രാൻസ്മോൺ മാരേജ് ചെയ്യുന്നത്? ഏത് ആണോ ട്രാൻസ്മോണോട് ഫീലിങ്സ് തോന്നുന്നത്? എനിക്കറിയില്ല. എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു ആണിനോട് തന്നെയാണ് തോന്നത്തുള്ളൂ. അത് ആണായിരിക്കണം, അല്ലാതെ ഈ ഫെമിനിൻ ആയിരിക്കുന്ന ആളിനോടല്ല ഫീലിങ്സ് തോന്നുന്നത്. ഇതൊന്നും മനസ്സിലാക്കാത്ത സൊസൈറ്റി എന്തൊക്കെയോ കമന്റ് ഇടും. അപ്പൊ ഞാനിതൊന്നും എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കമന്റിൽ പറഞ്ഞിരിക്കുന്നു പുള്ളിക്ക് നട്ടില്ലാത്തതുകൊണ്ട്. നട്ടില്ലാത്ത ഒരാളായിരുന്നെങ്കിൽ എൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് ഞാനാണ് ചിരിക്കാൻ നിൽക്കുന്നത്. കാരണം എനിക്ക് എൻ്റെ ഫാമിലി അറിയുന്ന പേടി ആ വീഡിയോക്കകത്തുണ്ട്. പുള്ളി നല്ല ചിരിച്ച് നല്ല പ്ലസന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഞാനാണ് ആ വീഡിയോക്കകത്ത് ഫുള്ളും പേടിച്ച് നിൽക്കുന്നത്. കാരണം എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര പ്രൗഡായിരുന്നു എന്നെ മാരേജ് ചെയ്യുമ്പോൾ. ഞാനാണ് ആ വീഡിയോക്കകത്ത് ഫുള്ള് പേടിച്ച് നിൽക്കുന്നത്. എൻ്റെ മമ്മി വരെയും ചോദിച്ചു എൻ്റെ അടുത്ത്, രഞ്ജു മാമി നിനക്കെന്താടി വല്ലതും നഷ്ടപ്പെട്ടിട്ട് നിൽക്കുവാണെന്ന്. എനിക്ക് ഫുള്ള് സങ്കടം പോലെയായിരുന്നു. കാരണം എൻ്റെ ഫാമിലി ഒന്നും അതിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നു. അതിൻ്റെ വിഷമം. കാരണം എൻ്റെ സ്വന്തം അമ്മ അതിന് പങ്കെടുക്കാത്ത വിഷമം എനിക്കുണ്ടായിരുന്നു. പക്ഷേ മാത്തന് ഈ പറയുന്ന മാത്തൻ വിളിക്കുന്ന ഞാൻ വിളിക്കുന്ന പേരാണ്. ആളുടെ ശരിക്കും പേര് വിഷ്ണു എന്നാണ്. ശരിക്കും ഞാൻ വിളിക്കുന്ന പേര് മാത്തൻ എന്നാണ്. അപ്പോൾ പുള്ളിയുടെ ഫാമിലിയിൽ ആര് വരാത്തതിനും വിഷമമൊന്നും ആൾക്കില്ലായിരുന്നു. അവരൊന്നും പങ്കെടുത്തില്ല. പുള്ളിയുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. എന്നിട്ടും പുള്ളി ഒരു വിഷമം ഇല്ലാതെ നല്ല ഹാപ്പി ആയിട്ട് എന്നെ താലി കെട്ടുമ്പോഴും എനിക്ക് പുടവ തരുമ്പോഴും ഒക്കെ ഹാപ്പി ആയിട്ട് നിന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ റിസപ്ഷൻ നടക്കുമ്പോഴും എല്ലാം നടക്കുമ്പോഴും പുള്ളി തല കുനിച്ചാതെ ഒന്നും ചെയ്തിട്ടില്ല. നല്ല നെടുതി വെറുതെ നല്ല തൻ്റെ അടുത്തൂടെ നിന്നത്. ആ പുള്ളിനെ നട്ടില്ലാത്തതെന്ന് കുളിച്ച് എനിക്ക് ഹേർട്ടാവും. അപ്പോൾ ചോദിക്കും നിന്റെ എക്സ് അല്ലേ? എക്സ് ആണേലും ആരാണേലും പിരിഞ്ഞു പോയി. ഞാൻ സ്നേഹിച്ചൊരു വ്യക്തിയാണ്. ഒരു സമയത്ത് എൻ്റെ എല്ലാം മരുന്ന വ്യക്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് ഹേർട്ടാവൂലേ? നമ്മുടെ കൂടെ ഇന്നില്ലെന്ന് വെച്ചിട്ട് ആ വ്യക്തി നമ്മളോട് തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായിട്ട് നടന്നുകൊണ്ടല്ലേ ഞങ്ങൾ പിരിഞ്ഞത്. ഞങ്ങളുടെ ഫാമിലി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലായിരുന്നു. രണ്ടുപേരുടെ ഫാമിലിക്ക് ഇത് താല്പര്യമില്ലായിരുന്നു. എൻ്റെ ഫാമിലിക്കും താല്പര്യമില്ലായിരുന്നു, അവൻ്റെ ഫാമിലിക്കും താല്പര്യമില്ലായിരുന്നു. പിന്നെ എന്നും ഇത് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ അടി. ഞാൻ കിടന്നുറങ്ങുമ്പോഴാണെങ്കിലും അവൻ്റെ അമ്മ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറയും. അവരെന്നെ ഒരു രീതിയിൽ അംഗീകരിക്കത്തില്ലായിരുന്നു. എന്നും രാവിലെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഫോണിൻ്റെ അടുത്തുകൂടി കേൾക്കാൻ പറ്റും ഇങ്ങനത്തെ കഥകൾ. എന്ന് പറഞ്ഞാൽ നീ ഒരു ചട്ടുകാലിനെയോ ഒരു മുടന്തനെയോ അല്ലെങ്കിൽ ഒരു കണ്ണ് കാണാത്തവളെയോ കല്യാണം കഴിച്ച് ഒരു കുട്ടിയുള്ളവളെയോ അല്ലെങ്കിൽ ഏത് ജാതി ആയാലും അവർക്ക് ജാതി മതം എന്തും പ്രശ്നമില്ല. ഒരു പെണ്ണിനെ കെട്ടിക്കോ, നീ ഹണീനെ മാത്രം കെട്ടല്ലേ. ഹണി കാരണം ഞാൻ അവരുടെ ഫ്രണ്ടായിട്ട് അവർ വീട്ടിൽ പോയിട്ടുണ്ട് അവൻ്റെ വീട്ടിൽ. അപ്പോൾ അന്ന് അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു. ആ അമ്മ എൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഹണി ശരിക്കും ഒരു പെൺകുട്ടിയായിരുന്നു, നമുക്ക് കല്യാണം കഴിപ്പിക്കായിരുന്നു. ആ അമ്മ എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്? അപ്പോൾ മീൻസ് ഞാനൊരു ട്രാൻസ്മൺ ആയതാണ് അവരുടെ പ്രശ്നം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിനകത്ത് ഈ ട്രാൻസ്മൺ എന്നല്ലാതെയുള്ള എല്ലാ ലേബിൾസ് ഉള്ള പെണ്ണുങ്ങളും അവർക്ക് ഇഷ്ടമാണ്. അവർക്ക് ഇനി ഒരു അവയവം മാത്രം ഉണ്ടായിരുന്നത് ഈ ഗർഭപാത്രം. ബാക്കി എല്ലാ കാര്യങ്ങളും ഇല്ലെങ്കിലും കുഴപ്പമില്ല. കണ്ണ് മൂക്ക് ഈ പറയുന്ന ഒരു സാധനങ്ങളെല്ലാം കുഴപ്പം. യൂട്രസ് ഉണ്ടായിരിക്കണം, പ്രസവിക്കണം. ആ ഒരു കാര്യമില്ലാത്ത ഒരു കുറവ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത് ഞാൻ ഇന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും പബ്ലിക്കിന് അറിയില്ല. ഹസ്ബൻഡ് ഇതൊന്നും പ്രോബ്ലം അല്ല, പക്ഷെ എനിക്കിത് പ്രോബ്ലമാണ്. നമ്മളിത് എന്ന് കേട്ടോണ്ടിരിക്കുവാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. നമ്മളെല്ലാവരും ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മുടെ ഹസ്ബൻഡ് മാറി സംസാരിക്കുമ്പോൾ പുള്ളി അങ്ങോട്ടും പോയി ചിരിച്ചോണ്ട് പോയി തിരിച്ചു വരുമ്പോൾ വിഷമിക്കുവാണ്. പിന്നെ അത് ആൾക്കും ഒരു പ്രോബ്ലം ആയി തുടങ്ങി. കുട്ടികളില്ലാത്തൊരു പ്രശ്നം. എനിക്കതൊക്കെ ഹേർട്ടാവും. മീൻസ് ഞങ്ങൾ ആദ്യം തന്നെ റിലേഷൻ സമയത്ത് കുട്ടികളെ കുറിച്ച് സംസാരിക്കില്ലായിരുന്നു. അതൊന്നും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. ഒരു സമയത്ത് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഹാപ്പി ആയിരുന്ന വ്യക്തി, എന്നിൽ എല്ലാത്തിലും സാറ്റിസ്ഫൈഡ് ആയിരുന്ന വ്യക്തി എൻ്റെ എല്ലാ കുറവുകളും സംസാരിക്കാൻ തുടങ്ങി. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് എൻ്റെ കൂടെ 24 hours ഇരുന്ന ഒരാൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുൾ ടൈം വീട്ടിലാകാൻ തുടങ്ങി. കാരണം ഫാമിലി ഇമ്പോർട്ടൻസ് ആയി തുടങ്ങി. അപ്പം നമ്മളെ അത്രത്തോളം അതിനു മുന്നേ ആ 3 വർഷം എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. അവൻ്റെ അച്ഛൻ വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങൾ രണ്ടിനും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ടൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ് ആയ സമയത്ത് ഭയങ്കര പ്രോബ്ലംസ് ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ. ഭയങ്കര സീനൊക്കെ ഇതൊക്കെ അറിയായിരുന്നു ആ ടൈമിലൊക്കെ. ഇതെല്ലാം ആ സമയത്ത് ഗബ്രിയുടെ വീട്ടിലില്ല, ഗബ്രി വീട്. പക്ഷെ ഞങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങൾ കല്യാണം കഴിച്ച ശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡും ഗബ്രിയും കൂടിയൊക്കെ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടോ. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നെ പക്ഷേ
ഇങ്ങനത്തെ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡായിരുന്ന വ്യക്തിനോട് പറഞ്ഞു നമുക്ക് എങ്ങനെയാണെങ്കിൽ പിരിയാം. എൻ്റെ ആവശ്യമായിരുന്നത് പിരിയണമെന്നുള്ളത്. നമുക്ക് പിരിയാം. കാരണം ഇങ്ങനെ നമ്മൾ എന്നും തമ്മിൽ ഇതും പറഞ്ഞ് വഴക്കൂടെ എനിക്ക് താല്പര്യമില്ല. പുള്ളി ഷിപ്പിൽ നിന്ന് തിരിച്ചു വരും. ആ 6 മാസം ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കേണ്ട 6 മാസം ചുമ്മാ വഴക്ക് തന്നെ. 24 hours വഴക്ക്, പ്രശ്നങ്ങൾ. അമ്മയെ വിളിക്കും, അമ്മ വിളിക്കുന്നവർ ഞങ്ങൾ ഹാപ്പി ആയിട്ടിരുന്നിട്ട് അമ്മ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ചുമ്മാ വഴക്ക് തന്നെ. വഴക്കെന്ന് പറഞ്ഞാൽ ചുമ്മാ വഴക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കാര്യം പറഞ്ഞാൽ അത് ആ സംഭവം ഫിനിഷ് ചെയ്യാതെ എനിക്കൊരാളെ പോലെ ചിരിക്കാൻ പറ്റത്തില്ല. അതെൻ്റെ പ്രശ്നം. എനിക്ക് ഒരു കാര്യം എൻ്റെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് അവരോട് അത് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാതെ ഒരു തരി പോലും ഉണ്ടെങ്കിൽ എനിക്ക് അവരുടെ അടുത്ത് തീരില്ല. അതെൻ്റെ പ്രശ്നം. മറ്റുള്ളവർക്ക് എല്ലാം സിമ്പിളായിരിക്കും. എനിക്ക് ആ ഒരു തരി ഉണ്ടെങ്കിൽ പോലും എന്നോട് ക്ലാസ് ചായ ചോദിച്ചാൽ പോലും എനിക്കത് ഇട്ട് കൊടുക്കണ പോലും എനിക്ക് ഭയങ്കര ഹേർട്ടായിരിക്കും. എനിക്കത് ചിലപ്പോൾ ഞാൻ ഗ്ലാസ് എടുത്ത് താഴ്ത്തിട്ട് പൊട്ടിക്കുകയും ചെയ്യും. മീൻസ് എനിക്കത് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും ഞാൻ. അപ്പോൾ അവർക്കത് മനസ്സിലാവും എന്താണ് പ്രോബ്ലം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയും എനിക്ക് ഈ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അത് പ്രോബ്ലംസ് ആയി തുടങ്ങി. ഞങ്ങളുടെ ബെഡ്റൂമിൽ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഹാപ്പി ആയിരുന്നു, ബെഡ്റൂമിൽ അടിയാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി സംസാരിച്ചു. ഒരു ദിവസം ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റൂമിൽ തന്നെ ഇരുന്ന് ഞാൻ അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. നമ്മൾ 3 വർഷം ഒരുമിച്ച് ഒരു വീട്ടിൽ പാർട്ട്നേഴ്സായിട്ട് ജീവിച്ചു. ഇനി എനിക്ക് പറ്റില്ല, നമുക്ക് നല്ല ഫ്രണ്ട്സായിട്ട് പിരിയാം. നീ നീ ഉറച്ച തീരുമാനത്തിൽ എടുത്തു എന്ന് വെച്ചാൽ ഞാൻ പറയാം അപ്പം ഞാൻ വേറെ മാരേജ് ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞു നീ മാരേജ് ചെയ്യോ എന്ത് വേണം ചെയ്തോ, എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. ആള് വീട്ടിൽ പോയി സംസാരിച്ചു. അവർക്ക് എന്തോ ലോട്ടറി അടിച്ച സന്തോഷമായിരുന്നു. അപ്പം തന്നെ അവരൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചു കൊടുത്തു. സെയിം എന്നെ പോലെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. സെയിം എന്നെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു കുട്ടിയെ കണ്ടുപിടിച്ചു കൊടുത്തു. അത് എവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല. ശരിക്കും ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. എന്നെ പോലെ തന്നെ ഇരിക്കുന്നത് മീൻസ് അതേപോലെ ഇരിക്കുന്ന ഒരു പെൺകുട്ടീനെ എവിടെ നിന്നോ കണ്ടുപിടിച്ചു കൊടുത്തു. അവർ മാരേജ് ചെയ്തു. അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത് അതിനുശേഷം ഈ പറയുന്ന എൻ്റെ ഇപ്പം ഇരിക്കുന്ന പാർട്ണർ പറഞ്ഞു അവരാളെ കുറിച്ചൊന്നും പറയുന്നു പറയും. എന്നെ കുറിച്ചിട്ട് എല്ലാം അറിയാം അവർക്ക്, ഞാനായിരുന്നു പാർട്ണറൊന്നും. ആ പെൺകുട്ടിക്കും അറിയാം. പിന്നെ ഞാൻ എന്തിനാ അവരെ കുറിച്ച് പറയുന്നത്, എന്തേ പേടിക്കാൻ? മീൻസ് പേര് പറഞ്ഞെന്ന് പറഞ്ഞ് ഇന്ന ആളാണെന്ന് അവർക്ക് അറിയില്ലല്ലോ. വേറെ ഡീറ്റെയിൽസോ ഫോട്ടോസൊന്നും ആർക്കും അറിയില്ല. ഇന്ന ആളാണെന്ന് ആർക്കറിയില്ല. ഒരു പേര് വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാനാണ്? സ്ഥലം അറിയില്ല, ഒന്നും അറിയത്തില്ല. വിഷ്ണു എന്ന് പറയുന്ന ഒത്തിരിയോ ആളുകളുണ്ട് ഈ ലോകത്ത് ഇല്ലേ? പിന്നെ എൻ്റെ കയ്യിലോ ടാറ്റു കാണുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് വിഷ്ണു ആരാ? യെസ്, എൻ്റെ എക്സ് ഹസ്ബൻഡാണ്. ടാറ്റു മായ്ക്കുന്നില്ലെന്ന് ചോദിക്കും. ഞാൻ പറയുന്നത് എൻ്റെ ടാറ്റു എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ആ വ്യക്തിനെ ഇഷ്ടപ്പെട്ട സമയത്ത് ടാറ്റു ചെയ്തതാണ്. അത് ആ സമയത്ത് ഇഷ്ടമാണ്. പിരിഞ്ഞതിന് ശേഷം നമുക്കത് മായ്ക്കണമെന്ന് എല്ലാവരും അത് മായ്ച്ചു കളയുമായിരിക്കും. ഇത് ഞാൻ മരിക്കുന്നത് വരെ എനിക്ക് ആ ഇഷ്ടം ഉണ്ടാവും, അതെൻ്റെ കയ്യിലുണ്ടാവും. അത് നമ്മൾ ആ സമയത്ത് മൂവ്മെൻറ്റിൽ കുത്തിയിരിക്കുന്നതാണ്. അത് ആ ഇഷ്ടം നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ലല്ലോ. പുള്ളിയുടെ കയ്യിൽ ഓൾറെഡി എൻ്റെ പേരുണ്ട്, അത് ചിലപ്പോൾ മായ്ച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ഹണി ഭയങ്കര ജെന്യുവൻ ആണെന്നല്ലേ? ജെന്യുവൻ മാത്രമല്ല, ഞാൻ എനിക്കിങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്കിങ്ങനെ ഫീൽ ആവുന്നു. അങ്ങനെയല്ല ബേബി, നമ്മൾ എന്ത് കാര്യം ചെയ്താലും ദേഷ്യമാണേലും ഇഷ്ടമാണേലും അത് കറക്റ്റായിട്ട് നമ്മൾ ഒരാൾക്ക് കൊടുക്കുക. അല്ലാതെ നമ്മൾ അഭിനയിക്കരുത്. എനിക്കിഷ്ടമില്ലാത്തൊരു വ്യക്തിനെ ഞാൻ എങ്ങനെ അങ്ങനെ ചെയ്യും? കാരണം നമ്മുടെ ഉള്ളിലെ ദേഷ്യം അവരോട് ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ അതെ അവരോട് സ്നേഹമായിട്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നവർക്ക്? എനിക്കത് സാധിക്കില്ല. അതുകൊണ്ട് എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ഭൂരിഭാഗം ആളുകളോട് ഞാൻ മിണ്ടാറില്ല. കാരണം എന്നെക്കുറിച്ചിട്ട് അവർ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അവരെ നേരിട്ട് കാണുമ്പോൾ ചിരിക്കാൻ പറ്റത്തില്ല. അതെൻ്റെ കുറവായിരിക്കാം ചിലപ്പോൾ ഇവർക്ക് നോക്കുമ്പോൾ. എനിക്കതൊരു അഹങ്കാരമായിരിക്കാം. അല്ലെങ്കിൽ എന്നെ പറയുന്നത് പൈസയുടെ അഹങ്കാരമാണ്, കമ്മ്യൂണിറ്റീനോട് മിണ്ടാറില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അതെൻ്റെ ഒരു ക്വാളിറ്റിയായിട്ട് ഞാൻ കാണുന്നത്. ഇവർക്കൊക്കെ അതൊരു മോശ സ്വഭാവമായിട്ടാണ് ഞാൻ കാണുന്നത്. എല്ലാവരുടെ അടുത്തും കുറ്റം പറഞ്ഞിട്ട് പോയി ചിരിക്കുന്നത് അതവരുടെ മോശ സ്വഭാവമായിട്ടാണ് ഞാൻ കാണുന്നത്. സീരിയസ്ലി. ചുമ്മാ ഇന്നലെ വരെ കുറ്റം പറഞ്ഞ ആളെ ഇന്ന് കാണുമ്പോൾ എടോ തനിക്കെന്നെ മനസ്സിലായെന്നവർ ചിരിക്കുന്നത് അത് എന്ത് കൊള്ളാത്ത സ്വഭാവമാണ്. ഇഷ്ടമല്ലാത്തവനോട് നോക്കി ഒരു ചെറിയ പുഞ്ചിരി കൊടുത്തിട്ട് മാറിയിരിക്കുക, അത് നല്ലൊരു സ്വഭാവമാണ്. അയാൾ നമ്മളെ ഇത്രത്തോളം മോശമായി സംസാരിച്ചിട്ട് എങ്ങനെയാണ് എല്ലാവരും പറയും നമ്മളുടെ ശത്രുവിനെ പോലും കണ്ട് ചിരിക്കണമെന്ന്? എന്നെ കൊണ്ട് പറ്റില്ല. നമ്മുടെ ശത്രുവാണെങ്കിൽ പോലും നമ്മളെ പറ്റി ഇല്ലാത്തവരെ എങ്ങനെ പറയാൻ പറ്റുന്നു? ഞാൻ എൻ്റെ ശത്രുവിനെ പറ്റി പോലും ഒരു മോശമായ കാര്യം പറയില്ല. എൻ്റെ ശത്രു ആയാൽ പോലും ഞാൻ അയാൾ ചെയ്യാത്ത കാര്യം കണ്ടെന്ന് പറയത്തില്ല. അയാളുടെ കാണാത്ത കാര്യം കണ്ട പോലെ പറയത്തുമില്ല. അത് മോശമാണ്. നമ്മൾ കാണാത്ത കാര്യമോ അല്ല കേൾക്കാത്ത കാര്യമോ അല്ല നമ്മൾക്ക് അറിയാത്തൊരു കാര്യം എങ്ങനെ പോയിട്ട് ഇങ്ങനെ സത്യസന്ധമായിട്ട് പറയുന്നു? അതൊക്കെ വളരെ മോശമല്ലേ? അത് നമ്മളൊരു കാര്യം ഇപ്പം ഞാൻ കൃഷ്ണനോട് പറയുവാണ്. ഇപ്പം ഗബ്രീനെ കുറിച്ച് ഗബ്രില്ല സമയത്ത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണ അത് ആ വ്യക്തിനെ കുറിച്ചിട്ട് തെറ്റിദ്ധരിക്കപ്പെടുവാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇപ്പം എന്നെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒരു 10 മിനിറ്റെങ്കിലും ഇരുന്ന് സംസാരിക്കണം അല്ലേ? ഇപ്പൊ കൃഷ്ണ ഇപ്പൊ എൻ്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് കുറച്ച് ഇപ്പൊ ഞാൻ സംസാരിച്ചതിന് ശേഷം വേറെ 2 പേരോട് സംസാരിക്കുവാണ് എന്നെ കുറിച്ചിട്ട്. അവർക്ക് എന്നെ കുറിച്ച് അറിയാത്ത കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത്. അങ്ങനെയല്ല, നമ്മൾ എൻ്റെ കൂടെ നടന്ന് എൻ്റെ സ്വഭാവം മനസ്സിലാക്കിയതിന് ശേഷം എന്നെ ജഡ്ജ് ചെയ്യണം അല്ലേ? അല്ലാതെ നമ്മൾ ഒരു വ്യക്തിനെ അറിയാത്ത ഒരാളെ കുറിച്ചിട്ട് ഘോരം സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് ഗുണം കിട്ടാനാണ്? സത്യമല്ലേ? ഇപ്പോൾ ഞാൻ സ്റ്റെല്ലയുടെ കാര്യം പറഞ്ഞെന്താ, ഒരുപക്ഷെ സ്റ്റെല്ലയ്ക്ക് ഇത് അറിയില്ലായിരിക്കും. സത്യമല്ലേ?
എനിക്ക് തന്നെ അറിയാം. എനിക്ക് തോന്നുന്നു ഇപ്പൊ വീഡിയോ ഇട്ടതിന് ശേഷം മെജോറിറ്റി ആൾക്കാരും കമന്റ്സ് ഇടുന്നത് ഇപ്പോൾ ഒരു ആദ്യ സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടുന്നത് എന്നുണ്ട് കമന്റ്സ് കണ്ടു. അതായത് 1ാം സ്ഥാനം 2ാം സ്ഥാനം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ആര് കല്യാണം കഴിച്ചാലും എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നവരുണ്ട്. ശരിക്കും അങ്ങനെ ഉണ്ടോ? ആക്ച്വലി ഇതിനകത്ത് എവിടെയെങ്കിലും വല്ല പട്ടവും കിടുന്നുണ്ട്. ഞാൻ പറഞ്ഞ സ്ഥാനത്തിനെ കുറിച്ചല്ല ഇത്. ഞാൻ അവിടെ റിയാക്ട് ചെയ്യുന്ന പറഞ്ഞാൽ എന്നെ കുറിച്ചിട്ടൊരു തെറ്റായ ആർഗ്യുമെന്റ് നടത്തി ഞങ്ങൾ ഡിവോഴ്സായ സമയത്ത് പരിഹാരം മേടിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ആക്ച്വലി ആ വ്യക്തിയുമായിട്ട് അങ്ങനത്തെ ഒരു കാര്യം നടന്നിട്ടില്ല. കാരണം ഞാൻ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് ഡിവോഴ്സ് ആയിരിക്കുന്നത്. എൻ്റെ ആവശ്യമായിരുന്നു ഡിവോഴ്സ് ആകേണ്ടത്. അപ്പോൾ എനിക്കൊരു ആവശ്യമില്ലായിരുന്നു. എനിക്ക് ആളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു പൈസയും, നമ്മളിപ്പോൾ കോടതി വഴി ഡിവോഴ്സ് ആകുമ്പോൾ എല്ലാ അക്കൗണ്ട് വഴിയായിരിക്കും നടക്കുന്നത്. അല്ലാതെ നമ്മുടെ ബൈ കാശായിട്ടോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും അങ്ങനെ നടക്കില്ല. ഇപ്പോൾ പ്രോപ്പർട്ടിയോ ഒന്നും തരില്ല. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ ലോൺ എടുത്ത് വീട് വെച്ചിട്ടുണ്ട്, എനിക്ക് വണ്ടിയുണ്ട്. ഇതൊക്കെ ഉള്ളപ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് ഇതെല്ലാം ഞാൻ അവൻ്റെ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന ഓർത്തിരിക്കുകയാണ്. ആക്ച്വലി അവൻ്റെ അക്കൗണ്ടിൽ നിന്നോ അവൻ്റെ കയ്യിൽ നിന്നോ അവൻ വന്ന് പറയട്ടെ. ഈ പറയുന്ന എൻ്റെ ഹസ്ബൻഡായിരുന്ന വ്യക്തിനായി എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള കുറച്ച് ആളുകൾക്ക് അറിയാം. കല്യാണം വന്ന സമയത്തുള്ള ഇവർ വിളിച്ചു നോക്കട്ടെ. ഈ എയിൻഹണി ആരോഗ്യ എന്ന ഒരു വ്യക്തി ഈ പറയുന്ന വിഷ്ണു അല്ലെങ്കിൽ മാത്രം എന്ന് പറഞ്ഞ വ്യക്തിയുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു നയാ പൈസ മേടിച്ചു. ഞാൻ ആ കല്യാണം കഴിച്ച താലിമാല കൊടുത്തിട്ടില്ല. കാരണം അത് എനിക്ക് എൻ്റെ ഡ്രീമാണ്. അത് ഞാൻ ഒരിക്കലും കൊടുക്കില്ല. മരിക്കും വരെ ഞാൻ സൂക്ഷിച്ചു വെക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൊടുത്തിട്ടില്ല. അതേപോലെ ഞാൻ അവനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനും തിരിച്ചു മേടിച്ചിട്ടില്ല. രണ്ടുപേരും തമ്മിലുള്ള ഒരു അതായിരുന്നു. അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മേടിക്കാൻ പറ്റും. ഇവരിങ്ങനെ കടന്ന് ചുമ്മാ പറയണമെന്ന് വെച്ചിട്ട് സത്യസന്ധമാവില്ല. അതുകൊണ്ട് മാത്രമാണ് ഇതിനെ ഞാൻ പ്രതികരിച്ചത്. അല്ലാതെ ഇവർ പറയുന്ന പോലെ സ്ഥാനം കിട്ടിയെന്ന് ഇപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊന്നും കിട്ടാൻ പോണില്ല. പക്ഷെ അവർ പറയാൻ തെറ്റാണ്. അവരല്ല ഫസ്റ്റ് മാരേജ് ചെയ്തിരിക്കുന്നത്. അതെന്തിനാണ് അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് തെറ്റ് തന്നെയാണ്. കാരണം ഈ ഗുരുവായൂരമ്പലത്തിൽ ആദ്യമായിട്ട് ഫസ്റ്റ് മാരേജ് ചെയ്തെന്ന് പറയുമ്പോൾ കിട്ടുന്നത് പ്രൗഡ് മൂമെന്റ് തന്നെയാണ്. അത് പ്രൗഡ് മൂമെന്റാണ്. ഗുരുവായൂരപ്പൻ്റെ നടയിൽ വെച്ച് ഒരാൾ മാരേജ് ചെയ്യുന്നത് തന്നെ പ്രൗഡാണ്. അത് ഫസ്റ്റ് മാരേജ് ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി നടക്കുന്നത് പറഞ്ഞാൽ അതിലും വലിയ പ്രൗഡാണ്. അത് ഈ വെറുതെ നിൽക്കുന്ന ഒരാൾക്ക് അത് അയ്യോ എന്ത് കിട്ടാണെന്ന് പറയും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഞാൻ നടത്തുന്ന സമയത്ത് അത്രയും അവിടെയുള്ള ആളുകൾ വന്നിട്ട് നിങ്ങൾ ഭയങ്കര ലക്കി പേഴ്സൺ ആണെന്ന് പറയുമ്പോൾ അത് വേറെ ആൾ വന്നിട്ട് ഞാനാണ് നടത്തിയെന്ന് പറയുമ്പോൾ അത് തെറ്റല്ലേ? തെറ്റാണ്. ഇപ്പം ഞാൻ 10ാമത്തെ ആളാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്നെ കഴിഞ്ഞിട്ടാണ് ഈ സ്റ്റെല്ലയുടെ മാരേജ് നടന്നിരിക്കുന്നത്. അത് തെറ്റല്ലേ അപ്പോൾ അവർ പറയുന്നത്? ഞാൻ ചിലപ്പോൾ എന്നേക്കാൾ മുമ്പ് നടന്നിട്ടുണ്ടാകുമായിരിക്കും. കാരണം ഞാൻ ഇപ്പോഴും അങ്ങനെ പറയുന്നത്. കാരണം നമുക്കറിയില്ല. നമ്മൾ അവിടെ പോയിട്ട് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കണേയല്ലോ. ആരൊക്കെ കല്യാണം നടക്കുന്നുണ്ട്, ആരൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെല്ലാം അന്വേഷിക്കണം. എനിക്ക് ഇതൊന്നും അന്വേഷിക്കാൻ പറ്റത്തില്ല. പക്ഷെ എൻ്റെ കല്യാണം നടന്നിട്ടുണ്ട്, അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് പറയാൻ അവകാശമുണ്ട്. അത്രയേ ഉള്ളൂ. പക്ഷേ അതിന് മുന്നോ പിന്നോ വേറെ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ സ്റ്റെല്ല പറഞ്ഞ തെറ്റല്ലേ? തെറ്റാണ്. അതെനിക്കിവിടെ മീഡിയയുടെ മുൻപ് പറയേണ്ട റൈറ്റ്സ് ഉണ്ട്. അത് ഞാൻ പറയണം. അല്ല എനിക്കിവിടെ ഇതിൻ്റെ അടിയിലും വന്ന് കമൻറ്റ് പറയും നീ ഇപ്പോൾ വന്നിട്ട് എനിക്ക് കുശുമ്പാണ്. എനിക്ക് എന്നാ കുശുമ്പാ? എനിക്ക് ഒരു കുശുമ്പും ഇല്ല. എനിക്ക് ഈ പറയുന്ന ഒരാളോടും കുശുമ്പില്ല. എന്നോടും കുശുമ്പുണ്ടാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് അവരോടും കുശുമ്പില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പ് വെച്ചെന്ന് പറഞ്ഞോട്ടോ ദേഷ്യം വെച്ചെന്ന് പറഞ്ഞോ ഒന്നും കിട്ടാനില്ല. നമ്മൾ മറ്റുള്ളവരുടെ മേലെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ നെഗറ്റീവ് കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ ലോകം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം നിൽക്കുന്നത് ഒരു എനർജിയിലാണ്. ആ എനർജി നമ്മൾ എന്ത് പുറത്തേക്ക് വിടുന്നു അത് തന്നെ നമുക്ക് തന്നുകൊണ്ടിരിക്കും. അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മളെല്ലാവരും ചിരിച്ച് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടുന്ന പറയാം. പിന്നെ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ആളുകളുടെ അടുത്ത് മാറി നിൽക്കുക. അത്രയേ ഉള്ളൂ. സന്തോഷം നമ്മളുടെ അടുത്ത് വേറെ ആളെ പറ്റി ഇപ്പോൾ ഞാൻ കൃഷ്ണേൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ എക്സാമ്പിൾ സ്റ്റെല്ലിനെ പറ്റി പോലും നെഗറ്റിവിറ്റി ആയിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ നാളെ കൃഷ്ണേനെ പറ്റിയിട്ട് മറ്റുള്ളവരുടെ ഇങ്ങനെ എനിക്ക് സംസാരിക്കുന്നത് സീരിയസ്ലി. ഒരാളെ പറ്റിയിട്ട് നമ്മളോട് വന്ന് കുറ്റം പറയുന്ന ഒരു വ്യക്തി 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇവരുടെ നേച്ചർ മാറുക. അയ്യോ അങ്ങനെയാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടത് ആ പറയുന്ന ആളെയല്ല, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെയാണ് നോട്ടീസ് ചെയ്യേണ്ടത്. ഇവർ നാളെ നമ്മളെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കും. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ അടുപ്പിക്കുകയും ചെയ്യരുത്. ഞാൻ അങ്ങനെയാണ്. എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് വേറെ ആളെ കുറിച്ചിട്ട് സങ്കടം പോലെ പറഞ്ഞു തുടങ്ങി, കുറ്റങ്ങൾ പറഞ്ഞ് ഹണിമമ്മീനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ഹണി ചേച്ചിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, എവിടെ തന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു, തൻ്റെ മമ്മിയല്ലേ തൻ്റെ ഡാഡിയല്ലേ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോൾ ഞാൻ പറയും ശരി മോളെ എനിക്ക് കേൾക്കണ്ട. കാരണം കേൾക്കാനിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷെ നാളെ അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു ബിഹേവിയർ ചുമ്മാ തോന്നുമായിരിക്കും. അപ്പം ശരിക്കും ഇത് പറഞ്ഞ് സത്യമാണെന്ന് നമ്മൾ തോന്നും. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളൊരു തെറ്റായ പാട്ട് തന്നെ 10 വട്ടം കേട്ട് നോക്കി നമ്മൾ ആ പാട്ട് പാടി തുടങ്ങും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു തെറ്റായിരിക്കും, ഒരു പാട്ടിന് ലിറിക്സ് തെറ്റായിരിക്കും. പക്ഷെ ആ തെറ്റായ പാട്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരുന്ന നോക്കി 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ ആ പാട്ട് തെറ്റായിട്ട് പാടിക്കൊണ്ടിരിക്കും. അതാ മനുഷ്യൻ. നമ്മൾ അങ്ങനെയാണ് ഈ ഭാഷകൾ പോലും പഠിച്ചത്. നമ്മളെല്ലാം കേൾക്കുന്നതാണ്, അത് നമ്മൾ പഴകുന്നതാണ്, ശീലിക്കുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ വൃത്തിയായിട്ട് ആളുകളോട് കൂടാതിരിക്കുക.
അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് എൻ്റെ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്ന് എന്നെ കുറച്ച് പേര് മാത്രം സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് പൊട്ടിമുളച്ച് വന്നേണമെന്ന് ചോദിക്കും. ഞാൻ പെട്ടെന്ന് പൊട്ടിമുളച്ച് വന്നൊന്നുമല്ല, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഇങ്ങനെ മുളച്ച് വന്ന സമയത്ത് എന്നെ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. എനിക്ക് പാർട്ണറായിരുന്ന വ്യക്തികളുണ്ടായിരുന്നുണ്ട്. പിന്നെ ഫിനാൻഷ്യലി മെൻ്റലി സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ശീതൾ ശ്യാം എന്ന് പറയുന്ന വ്യക്തി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫിലിംസ് ആണെങ്കിലും ആദ്യമായിട്ട് അതിൻ്റെ അവസരങ്ങൾ തന്നത് ശീതൾ ശ്യാമാണ്. ഇപ്പം ആദ്യമായിട്ട് അഭിനയിച്ച വിശുദ്ധ രാത്രികളിൽ എൻ്റെ ശീതൾ ശ്യാമാണ് എനിക്ക് അതിനകത്ത് മമ്മിയാണ് എൻ്റെ ശീതൾ മമ്മി എനിക്ക് അതിനുള്ള അവസരം മേടിച്ചു തന്നു. പിന്നെ ഒരുപാട് അവസരങ്ങൾ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ രഞ്ജു മമ്മി എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ പിന്നെ അഞ്ജലി അമ്മേർ എനിക്ക് ഒരുപാട്. അപ്പോൾ ചില ആളുകളെ എനിക്ക് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി, പിന്നെ അനു എനിക്ക് ഒരുപാട് അവസരങ്ങൾ വിളിച്ചു തന്നു, ഫോട്ടോഷൂട്ട് ആണെങ്കിലും അങ്ങനെ കുറേ അവസരങ്ങൾ. ചില ആളുകൾ എനിക്ക് വന്ന അവസരങ്ങൾ നശിപ്പിച്ചിട്ടുമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്കിപ്പോൾ തോന്നുക ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇപ്പോൾ സ്റ്റെല്ലയുടെ മാരേജ് തന്നെ ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്നവർ പോലും അവിടെ ഉണ്ടായിരുന്നിട്ടൊന്നും പറഞ്ഞില്ല എന്ന് പറയണ്ട. അപ്പോൾ ഇപ്പോൾ കമൻസിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതായത് കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്, അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു സംസാരം വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങളുണ്ട് എന്ന് എല്ലാവരും അറിയുന്നു, അതൊരു ശരിക്കും നെഗറ്റീവ് അല്ലേ? ആക്ച്വലി ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല, എല്ലാ മനുഷ്യന്മാരുടെ ഇടയിലും ഈ പ്രോബ്ലംസ് ഉണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് കൊണ്ടാണ് അത് ആരും ശ്രദ്ധിക്കാതെ പോകുന്നത്. ഞങ്ങൾ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഇത് രണ്ടുപേരും സംസാരിക്കുമ്പോൾ തന്നെ ഇത് എന്ത് കഷ്ടമാണ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. മനസ്സിലായി? ഇപ്പം തന്നെ പെരുമ്പാവൂരിൽ ഏതോ ഹിന്ദിക്കാരായിട്ടുള്ള ട്രാൻസ് വുമൻസ് അടികൂടി, അത് ഭയങ്കരമായിട്ട് സംസാരിച്ചു. പക്ഷെ അത് എത്രയോ പെണ്ണുങ്ങൾ റോട്ടിൽ കിടന്ന് അടികൂടുന്നുണ്ട്. പക്ഷെ അതൊന്നും ആരും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ട്രാൻസ് വുമൻസ് ആയിട്ടുള്ള വ്യക്തികൾ അടികൂടിയപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് ട്രാൻസ് വുമൻസ് ആണെന്ന് എനിക്കറിയത്തില്ല, ട്രാൻസ് എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് പറഞ്ഞാൽ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാതും അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടും. അപ്പം ഇതിനകത്തുള്ള പ്രശ്നം അത് തന്നെയാണ്. ഈ എന്താണ് നമ്മുടെ ഈ പറയുന്ന ആളുകളുടെ ഈ കാര്യങ്ങൾ പോലെ തന്നെ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലാണേലും, ഇപ്പോൾ സ്റ്റെല്ലയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഈ വിവാഹത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ കൂടെ എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അവരിൽ കുറേ ആളുകൾ ഈ സ്റ്റെല്ല ഇങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് എന്നെ വിളിച്ച് ഇങ്ങനത്തെ കാര്യം സംസാരിച്ചു എൻ്റെ അടുത്ത്. പക്ഷെ അവരാരും ഈ എൻ്റെ കമൻറ്റിലോ ഈ സ്റ്റെല്ലയുടെ കമൻറ്റിലോ പോയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരെന്താ ചെയ്തത്, ഞാൻ സ്റ്റെല്ലയും തമ്മിൽ ഒരു അടിയാണ് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ സ്റ്റെല്ലയും ഞാനും തമ്മിൽ ഒരു വഴക്കമൊന്നും എനിക്കില്ല. സ്റ്റെല്ല എന്നെ ആദ്യം ബ്ലോക്ക് ചെയ്തിരുന്നു, സ്റ്റെല്ല എന്നെ ബ്ലോക്ക് മാറ്റിയതാണ്. സ്റ്റെല്ല എന്നിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് പറഞ്ഞാൽ ബ്ലോക്ക് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ സ്റ്റെല്ല എന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് നമ്മളിത് യൂസ് ചെയ്യുന്ന ആളാണല്ലോ, ബ്ലോക്ക് ചെയ്തപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ഞാൻ സ്റ്റെല്ലയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ സ്റ്റെല്ലയുടെ അക്കൗണ്ടിൽ കയറി നോക്കി സ്റ്റെല്ലയുടെ വീഡിയോസ് കാണുമായിരുന്നു. അപ്പോൾ ഇതേ ഈ ഫസ്റ്റ് വീഡിയോ ഈ വിവാഹം എന്നൊക്കെ ഞാൻ കണ്ടിരുന്നു. ഞാൻ അതിനെ റിയാക്ട് ചെയ്യാതിരുന്ന വ്യക്തിയാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു കമൻറ്റ് വന്നപ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നത്. കാരണം തെറ്റായ ഒരു കാര്യം അവിടെ പോവുകയാണ്, അതിന് ആളുകൾ ലൈക്ക് അടിച്ചു തുടങ്ങി. ഈ ഞാൻ നഷ്ടപരിഹാരം മേടിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നട്ടല്ലാത്തതെന്ന്. എനിക്കത് ഭയങ്കര ഹേർട്ട് ആയതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. കമന്റ് വന്നില്ലെങ്കിൽ ശരിക്കും പ്രതികരിക്കില്ലായിരുന്നു. ഇല്ല, ഞാൻ ആക്ച്വലി പ്രതികരിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിവോഴ്സ് ആയല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ ആളുകൾ ഡിവോഴ്സ് ആയാലും എന്താ, കല്യാണം നടന്ന കാര്യമല്ലേ, അത് നടന്നേ. ഇപ്പം ഒരാൾ ആദ്യം ഹിമാലയത്തിൽ പോയി ഫസ്റ്റ് കൊടി വെച്ചു, അതിനുശേഷം ഇറങ്ങി വന്ന് താഴത്തെ എത്തിയതിനു ശേഷം അയാൾ മരിച്ചു പോയി, അയാൾ കയറിയില്ലെന്നാവും? ഇല്ല, കയറിയത് തന്നെയാ. അതിനുശേഷം അയാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അത് അയാൾ ജീവിതമായിട്ട് ഇല്ലാതെ കയറിയൊന്നും അല്ലല്ലോ, മരിച്ചിട്ട് ബോഡിയായിട്ടല്ലോ കയറിയത്. താഴത്ത് വന്നതിന് ശേഷം മരിച്ചത് കയറി കൊടി വെച്ചത് തന്നെയാണ്. അത് ക്രെഡിറ്റ് തന്നെയാണ്. വേറെ ഇതൊന്നും ചെയ്യാത്ത വ്യക്തികൾക്ക് ചുമ്മാ വീട്ടിൽ നിന്ന് കടല തിന്നുന്ന ആളുകൾക്ക് ഇതൊക്കെ ചുമ്മാ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക വലിയ സംഭവമായിട്ട്. എനിക്കത് വലിയ സംഭവമായിട്ട് എനിക്ക് അന്ന് അവിടെ നിന്ന് സമയം ഭയങ്കര പ്രൗഡായിരുന്നു. അതുപോലെ തന്നെ വിഷമം ഉണ്ടായിരുന്നു ഫാമിലി അതുകൊണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ, എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന പറയുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്തുള്ള എൻ്റെ മക്കളായിട്ടുള്ള ആളുകൾ ഒരു കല്യാണത്തിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നോട് വിളിച്ച് സംസാരിച്ചു, മമ്മി നിങ്ങളുടെ കല്യാണമല്ലോ, അത് നിങ്ങൾ എത്ര ക്രൗഡിൽ പോയി കല്യാണം കഴിച്ചില്ലേ, എന്ത് ക്രൗഡാണെന്ന് കുറേ സംസാരിച്ചു. ഞാൻ ഒരുപാട് സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, മോളെ എൻ്റെ കല്യാണമല്ലേ മോളെ അത് നടന്നപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചു. ആ മമ്മി നിങ്ങൾ ഭയങ്കര വല്ലഭയാണെന്ന് കുറേ സംസാരിച്ചിട്ട് ഇവർ ഈ വീഡിയോ ഇറങ്ങിയിട്ട് ഇവർ അതിനുപോയി കമൻറ്റ് അടിക്കുന്നുണ്ട്. ഞാൻ ഈ റിയാക്ട് ചെയ്തിട്ട് പോലും അവരത് വന്നിട്ട് സംസാരിച്ചിട്ടില്ല, ചുമ്മാ ലൈക്ക് പിടിച്ചിട്ട് പോയി. അപ്പോൾ ഈ കല്യാണത്തിൻ്റെ കാര്യത്തിനകത്തും ആളുകൾ റിയാക്ട് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ, ഒന്ന് ഞാനിങ്ങനെ ഇപ്പം എൻ്റെ ഫിലിംസ് ആണെങ്കിലും ഞാൻ ചെയ്ത ഫിലിംസിൻ്റെ പോസ്റ്റർ ആണെങ്കിലും എൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആരും എന്നെ സപ്പോർട്ട് ചെയ്യാറില്ല. ഞാനിപ്പോൾ പോസ്റ്റർ ഷെയർ ചെയ്താലും ഒന്നെങ്കിൽ ശീതൾ മമ്മി, രഞ്ജു മമ്മി, പിന്നെ എൻ്റെ അനുമോള്, അങ്ങനെ കുറച്ച് പേരാണ് ഷെയർ ചെയ്യത്തുള്ളൂ. പിന്നെ മാനസി, എന്താണ് ശിവ, അർപ്പിത, ഇവരൊക്കെ മാത്രമേ ഷെയർ ചെയ്യത്തുള്ളൂ. പിന്നെ ഉണ്ണിമായ ഷെയർ ചെയ്യും.
ചെയ്യുന്നുണ്ട് ഗബ്രി. അങ്ങനെ അത്രയും പേര് ശിവനെ എൻ്റെ പാർട്ണർ ഷെയർ ചെയ്യും. ഗബ്രി എല്ലാത്തിനും സപ്പോർട്ടാണല്ലോ. ഗബ്രി പിന്നെ എനിക്ക് ഗബ്രീനെ ഞാൻ പുറത്തൊന്നല്ല, ഗബ്രി അനുവും പുറത്തുള്ള ഒരാളല്ല, എൻ്റെ ഫാമിലി മെമ്പർ പോലെ തന്നെയാണ്. അപ്പം ഗബ്രീനെ ഇപ്പം എൻ്റെ പാർട്ണർ ആളെ എൻ്റെ ഫാമിലി മെമ്പറായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എനിക്ക് പുറത്തുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.